നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത. PSG സ്പാനിഷ് കോച്ച് ലൂയിസ് എൻറിക്കെ PSG പുതിയ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ സെർച്ച് ഹണ്ടിൽ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ പഴയ ഡ്രില്ല് അതേ കണക്ക് തന്നെ ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. പിന്നെ ഇപ്പൊ തന്നെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദി ഷോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന സൈനിങ് എന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് അല്ല. നമുക്കറിയാം അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർമനന്റ് കോച്ച് എന്നുള്ള സ്ഥാനമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കറന്റ്ലി മൈക്കിൾ കാരിക്ക് അത് ഇന്റർം മാനേജറായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല പെർഫോമൻസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഫാൻസിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ വി നീഡ് ടു ഹാവ് എ ടോപ്പ് മാനേജർ എന്നുള്ള ഒരു കാര്യം. സോ കാരിക്കിന് സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ കാരിക്ക് ആ ഒരു റേസിൽ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു മേലെയായിരുന്നു ഒരു ടോപ്പ് മാനേജർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരണമെന്നുള്ള ഒരു കാര്യം. സോ അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിരുന്ന കുറച്ച് മാനേജേഴ്സ് ഉണ്ട്. അതായത് തോമസ് ടൂക്കലും കാർലോ ആൻസലോട്ടി, പിന്നെ ലൂയിസ് എൻറിക്കെ, ഇങ്ങനത്തെ ടോപ്പ് മാനേജേഴ്സാണ് നമ്മൾ കാത്തിരുന്നത്. പക്ഷെ നമുക്കറിയാം ടൂക്കൽ പോയി, ആൻസലോട്ടി ഏകദേശം ബ്രസീലുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി തീരുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം അത് രണ്ടും ഓൾറെഡി നമുക്ക് നമ്മുടെ എന്താ പറയുക പിക്ചറിൽ നിന്ന് തന്നെ പോയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ലൂയിസ് എൻറിക്കെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസും പിന്നെ ക്ലബ് ഹൈറാർക്കിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ടോപ്പ് ലെവൽ മാനേജർ ലൂയിസ് എൻറിക്കിനെ കൊണ്ടുവരാനായിട്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പ് മാനേജർ ലൂയിസ് എൻറിക്കെ PSG ആയിട്ട് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഒരു വളരെ നിരാശ കൊണ്ടുവരുന്നൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. സോ എന്താ പറയുക, നമ്മുടെ മാനേജ്മെൻറ്റ്, അതായത് ഒമർ ബറാഡയും ജെയ്സൺ വിൽകോക്സും എല്ലാം വളരെയധികം എന്താ പറയുക ഈ ഒരു സൈനിങ്ങിൽ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആ ഒരു സൈനിങ്ങിലേക്ക് പോകില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതായത് ഒരു പുതിയ മാനേജറിന്, പ്രത്യേകിച്ച് ലൂയിസ് എൻറിക്കിനെ നോക്കുന്ന കാര്യം ഇപ്പോഴത്തെ നിലവിലില്ല. എന്താണെന്ന് വെച്ചാൽ ലൂയിസ് എൻറിക്കെ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിലും എന്താ പറയുക PSG ലീഗ് വണ്ണകത്തൊക്കെ ആണെങ്കിലും ടീമുമായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഒരു ട്രാൻസ്ഫർ ടോക്കിനും ഒന്നും പോകാനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് തയ്യാറായിരുന്നില്ല. അത് തന്നെയാണ് റൈറ്റ് ഡെസിഷൻ. കാരണം ഉറപ്പായിട്ടും ലൂയിസ് എൻറിക്കെ ആ ഒരു ഡിസ്കഷൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഉള്ള താല്പര്യവും കാണത്തില്ല. കാരണം ഒരു സീസൺ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി അങ്ങോട്ടേക്ക് സെമി ഫൈനൽസും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം വളരെയധികം ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഹി വുഡ് നെവർ ബി ഇൻട്രസ്റ്റഡ് ഇൻ ഒരു ന്യൂ കോൺട്രാക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ന്യൂസ് കേൾക്കാനായിട്ട് ഇടയായത്. അപ്പോൾ ഈ ന്യൂസോടുകൂടി ഒരു വലിയൊരു ചിത്രം, ഒരു വലിയൊരു എന്താ പറയുക ഒരു വഴി തന്നെയാണ് നമ്മുടെ മൈക്കിൾ കാരിക്കിന് തുറന്നു കിട്ടിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഈ ടോപ്പ് ടാർഗറ്റ്സ് ആയിട്ടുള്ള കോച്ചസ് പോയി കഴിഞ്ഞിരുന്നാൽ പിന്നീട് ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് കോച്ചസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇവരാണ്. ഇപ്പം പോച്ചറ്റീനോ ആയാലും, പിന്നെ ഇറോള ആയാലും, പിന്നെ ഉനായ് എമറി, ഇങ്ങനെയൊക്കെ കുറേ സ്ട്രിങ് ഓഫ് മാനേജേഴ്സ് ഉണ്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ മൈക്കിൾ കാരിക്കിൻ്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പൊതു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു ടോപ്പ് മാനേജറിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ആ ഒരു പൊസിഷനിലേക്ക് നിൽക്കാനായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മൈക്കിൾ കാരിക്ക് തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് തന്നെയാണ് എനിക്കും തോന്നുന്നൊരു കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു സെക്കൻഡ് പൊസിഷനിലേക്കൊക്കെ ഇപ്പം ഒരു സിറ്റിനെയൊക്കെ മറികടന്ന് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുവാണെങ്കിൽ കാരിക്കിന് ആ ജോബ് കൊടുക്കാമെന്നുള്ളതായിരുന്നു ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ലൂയിസ് എൻറിക്കെയും കൂടെ പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ ടോപ്പ് മാനേജേഴ്സ് ഇല്ല.
ബാക്കിയുള്ള ഈ പറഞ്ഞിട്ടുള്ള മാനേജേഴ്സൊക്കെ ആണെങ്കിലും ഈ നമ്മുടെ പ്രീമിയർ ലീഗിലൊക്കെ പ്രൂവൺ ആയിട്ടുള്ള മറ്റ് മാനേജേഴ്സ്, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള മാനേജേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അവരെയൊക്കെ മൈക്കിൾ കാരിക്കിൻ്റെ ഇപ്പോൾ ഇൻട്രും ഇതിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാം തോപ്പിച്ച മാനേജറാണ്. ഈ ടീംസിനെയൊക്കെ ഈ മാനേജേഴ്സിനെ എല്ലാവരെയും തോപ്പിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ അങ്ങനെ ടീമിനെ അവർക്കെതിരെ വിജയിപ്പിക്കാനായിട്ടുള്ള ഒരു സാധിച്ച ഒരു മാനേജറിനെ മാറ്റിയിട്ട് ആ മാനേജറിനെ എന്തിനാണ് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്? അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഹി ഈസ് ഡൂയിങ് എ പ്രിറ്റി ഗുഡ് ജോബ്. ഒരു 10 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചതിൽ 1 തോൽവിയും 2 സമനിലയും 7 വിജയങ്ങളുമാണ്. അപ്പോൾ സോ ഇറ്റ് ഇസ് ലൈക്ക് എ വെരി ഹൈ ലെവൽ പെർഫോമൻസ്. ഒരു 70% എബവ് ആണ് വിൻ റേറ്റ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു മാനേജറിനെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു മാനേജറിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യത എനിക്ക് തോന്നുന്നു ഇതോടുകൂടി മാനേജ്മെൻറ്റ് നോക്കത്തില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു ലൂയിസ് എൻറിക്കയുടെ ഈ കോൺട്രാക്ട് എക്സ്റ്റൻഷനോടുകൂടി മൈക്കിൾ കാരിക്കിൻ്റെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞാൽ വളരെയധികം ഓപ്പൺ ആക്കി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയിലേക്ക് ഇനി നടന്ന് കയറാനായിട്ടുള്ള സാധ്യത മറ്റ് മാനേജേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. മേ ബി ഒരു ജൂലിയൻ നാഗൽസ്മാനൊക്കെ ജർമ്മനിയുടെ വേൾഡ് കപ്പ് ഇത് കഴിഞ്ഞിട്ട് മേ ബി ഹി വുഡ് വോണ്ട് ടു ട്രൈ. ഡെഫിനറ്റ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് കുറേ വർഷങ്ങളായിട്ട് നോട്ടം വിടുന്ന ഒരു വ്യക്തി തന്നെയാണ് ജൂലിയൻ നാഗൽസ്മാൻ. അപ്പോൾ നാഗൽസ്മാനും ബയൺ മ്യൂണിക്കിനെയൊക്കെ കോച്ച് ചെയ്തിട്ടുള്ള പരിചയവും ലൈപ്സിഗിനെയൊക്കെ കോച്ച് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ജർമ്മൻ ടീമിൻ്റെ മാനേജറും കൂടെയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു പെഡിഗ്രി ഉള്ള ഒരു മാനേജർ തന്നെയാണ് ജൂലിയൻ നാഗൽസ്മാൻ. അപ്പം ഇനി ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഫൈറ്റ് വരിക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ജൂലിയൻ നാഗൽസ്മാനുമായിട്ട് തന്നെ ആയിരിക്കും. സോ പക്ഷേ നാഗൽസ്മാന് ഈ എക്സ്പീരിയൻസ്, പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ല ആസ് എ മാനേജർ, ഓർ ലൈക്ക് പ്രീമിയർ ലീഗ് കളിച്ചിട്ടും ഉള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ഥിതിക്ക് കാരിക്കിന് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു അപ്പർ ഹാൻഡ്. ഒരു മേ ബി ഒരു ഇപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വരുവാണെങ്കിൽ ഒരു മേ ബി ഒരു 60-40 എന്നുള്ള ലെവലിൽ കാരിക്കിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഡേവിഡ് ബെക്കാമും സർ ഡേവിഡ് ബെക്കാമും വന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് റീസെൻ്റ്ലി. അതായത് കാരിക്ക് ചെയ്യുന്നത് വളരെ മികച്ച ഒരു ജോലി തന്നെയാണ്, ആൻഡ് കാരിക്ക് ഈ ഒരു പൊസിഷന് അർഹനാണ് എന്നുള്ളൊരു മോറൽ സപ്പോർട്ടും കൂടി സർ ഡേവിഡ് ബെക്കാം കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനത്തുള്ള ഫാക്ടേഴ്സ് ചിലപ്പോൾ എന്താ പറയുക മാനേജ്മെൻറ്റിന് കാരിക്കിന് ഒരു പൊസിഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ മേ ബി വി ക്യാൻ ഗിവ് കാരിക്ക്. ഇപ്പോൾ കാരിക്കിനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന് മുമ്പ് വരുത്തിയിട്ടുള്ള മിസ്റ്റേക്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ സോൾസ്റ്റർ, ഇപ്പം ഒലയായിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാലഘട്ടം, വേറൊരു ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ്, പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ അന്നൊന്നും ഈ സ്പോർട്ടിംഗ് ഡയറക്ടറും പിന്നെ വേറെ CEO ഇങ്ങനത്തെ സപ്പോർട്ടിംഗ് സ്റ്റാഫൊന്നും അധികം ഇല്ലായിരുന്നു. നമുക്ക് എന്താ പറയുക എഡ്വുഡ് ബേർഡും റിച്ചാർഡ് ആർണോൾഡൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ പ്രോപ്പറായിട്ടൊരു ഫുട്ബോളിംഗ് മൈൻഡുള്ള ആൾക്കാരൊന്നുമല്ല. അവർ അഡ്മിനിസ്ട്രേറ്റീവ് ആൾക്കാരാണ്, ഒരു ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത് മാത്രമേ താല്പര്യമുള്ളൂ, അല്ലാതെ പ്രോപ്പർ ഫുട്ബോളിംഗ് ഡിസിഷൻസ് എടുക്കാനായിട്ട് പ്രാപ്തിയുള്ള ആൾക്കാരായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അത് മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫുട്ബോളിംഗ് പീപ്പിൾ ഉണ്ട്, അത് ചിന്തിക്കാനും ഇപ്പം എന്താ പറയുക കാരിക്കിന് കറക്റ്റായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. ആൻഡ് ദേ വുഡ് ഡെഫിനറ്റ്ലി ബ്രിങ് ഇൻ പ്ലെയേഴ്സ്. നമുക്ക് ടീമിന് കറക്റ്റായിട്ട് ആവശ്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ഒരു ഹൈറാക്കി തന്നെ നമുക്ക് നമ്മുടെ ബോർഡിലുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒലേയുടെ ടൈമിലുള്ള ഒരു സെനാറിയോ വേറെയാണ്, ഇപ്പോൾ കാരിക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സെനാറിയോ വേറെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് നടന്നതുപോലെ സെയിം ഇപ്പോഴും നടക്കണം എന്നുള്ളൊരു ഇത് വരുന്നില്ല. ആൻഡ് പിന്നെ കാരിക്കിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് DNA ഒക്കെ അറിയാം, പിന്നെ മൊത്തത്തിലുള്ളൊരു കാര്യം അറിയാം. ആൻഡ് ഹീ ഈസ് എ വെരി കാം ആൻഡ് കമ്പോസ്ഡ് പേഴ്സൺ. എല്ലാ കാര്യത്തിലും വളരെയധികം ശാന്തിയോടും സമാധാനത്തോടും കൂടിയാണ് കാര്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്. ആൻഡ് ഓൾസോ ഹീ ഈസ് എ പ്രോപ്പർ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആ പ്ലേയിങ് ടൈമിൽ മിഡ്ഫീൽഡ് കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ് പലപ്പോഴും കോച്ചുമാരായി വന്നിരിക്കുമ്പോൾ അവർ ബെറ്റർ കോച്ചസായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി അധികം ലിസ്റ്റ് ഉണ്ട്, ഞാൻ എടുത്ത് പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അത് അറിയാവുന്നതാണ്. അപ്പോൾ
അങ്ങനത്തെ കോച്ചുമാർ കളിയെ കാണുന്നത് വീക്ഷിക്കുന്നത് ഒരു മറ്റൊരു ആംഗിളിൽ നിന്നാണ്. ഇപ്പം ഒലയൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർവേഡാണ്, ഒന്ന് ഗോൾ അടിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ കളി നിയന്ത്രിച്ച് കളി മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത് മൊത്തം മിഡ്ഫീൽഡിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡ് ഹാൻഡിൽ ചെയ്ത കാരിക്കിന് മേ ബി ഈ ഒരു പൊസിഷൻ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറായിട്ട് അല്ലെങ്കിൽ ഹെഡ് കോച്ചായിട്ടുള്ള ആ ഒരു പൊസിഷൻ ബെറ്ററായിട്ട് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മേ ബി വി നീഡ് നോട്ട് ഹാവ് ടു ഗിവ് എം എ വെരി ലോങ് കോൺട്രാക്ട്. ഇപ്പം ഒരു 4-5 വർഷത്തെ കോൺട്രാക്ട് കൊടുത്തിട്ട് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ വളരെയധികം നഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ ഒഴിവാക്കിയിട്ട് മേ ബി ഒരു 2 ഇയർ കോൺട്രാക്ട് കൊടുക്കാവുന്നതാണ്. സോ അതാകുമ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആ കോൺട്രാക്റ്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു കോമ്പൻസേഷൻ അവിടെ പോകുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്തുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി ഒരു നല്ലൊരു ലെവലിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടീമും. ആൻഡ് ഇഫ് വി ഗെറ്റ് ദ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു തുടർച്ച, ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയ്ക്ക് കാരിക്കിന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ അഥവാ വേറൊരു മാനേജർ വന്നിട്ട് ഏറ്റെടുത്ത് പോകുന്നു, വീണ്ടും നമ്മൾ ആ ഒരു സ്ട്രഗിളിലോട് കൂടി പോയി കഴിഞ്ഞിരുന്നാൽ പിന്നീട് ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന എന്താ പറയുക സംസാരം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഓൾറെഡി കാരിക്ക് നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ്, എന്തിനാണ് ആ കാരിക്കിന് ആ ഒരു പൊസിഷനിൽ നിന്ന് എടുത്ത് മാറ്റി വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പഴയ ലെവലിലേക്ക് പോയി വീണ്ടും ആ ഒരു സിസ്റ്റം പ്രോബ്ലം ആക്കിയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്ന ആ ഒരു കണ്ടിന്യൂവേഷൻ, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഓൾസോ ലൈക്ക് ലെറ്റ് ഹിം ടേക്ക് ദിസ് റെസ്പോൺസിബിലിറ്റി. മേ ബി കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കിട്ടിക്കഴിയുമ്പം കാരിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരിക്കും. സോ ഞാൻ ഇതിനകത്ത് കൂടുതൽ കാരിക്കിൻ്റെ ഒരു ടാക്ടിക്കൽ നോ ഹൗ അവയർനെസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. കറന്റ്ലി ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ് മാനേജിങ് ദ ടീം. അപ്പം സംസാരിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ കാരിക്കിനെയും കാട്ടിയൊക്കെ ടാക്ടിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മറ്റ് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ കാണും മാർക്കറ്റിൽ. പക്ഷെ അങ്ങനത്തെ ഒരു മാനേജർ വരുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ടീം ഒരു ഐക്യത്തോടു കൂടിയും വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം അത് കണ്ടിന്യൂ ചെയ്തിട്ട് വിത്ത് ടാക്ടിക്കൽ നോളജ്. ഇപ്പം കാരിക്ക് ഒട്ടും ടാക്ടിക്കലി ബ്രില്യൻ്റ് അല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല. സോ ഹീ വുഡ് ഡെഫിനറ്റ്ലി ഹാവ് ഒരു ടാക്ടിക്കൽ അവയർനെസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് ഈ ഒരു ടീമിനെ കൊണ്ടുവന്ന് പിന്നെ പ്രത്യേകിച്ച് പുതിയൊരു സെറ്റ് ഓഫ് പ്ലെയേഴ്സും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ബാലൻസ് ടീം കിട്ടിക്കഴിയുമ്പോൾ മേ ബി ഹി വിൽ ടെൻ ടു ബിക്കം എ ബെറ്റർ കോച്ച്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് കാഴ്ചവെക്കാനായിട്ട് കാരിക്കിന് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു അവസരം, അതായത് ലൂയിസ് എൻറിക്ക് പോയ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസരം കാരിക്കിന് ഗുണം ചെയ്യുമോ, അതോ വേറൊരു കോച്ച് ചിലപ്പോൾ വരാനായിട്ടായിരിക്കുമോ മാനേജ്മെൻറ്റ് ട്രൈ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഓൾസോ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.